തെറ്റില്ലാതെ സ്വന്തം ഭാഷ സംസാരിക്കുവാനും എഴുതുവാനും കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് മലയാളി എന്ന പേരും പേറിക്കൊണ്ട് ജീവിക്കുന്നത് എന്ന് ചോദിക്കുവാൻ തോന്നും ചിലരുടെ സംഭാഷണം കേൾക്കുമ്പോൾ, ചിലരുടെ എഴുത്ത് വായിക്കുമ്പോൾ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013-ലാണ്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മാതൃഭാഷയെ അതിൻ്റെ ശ്രേഷ്ഠതയോട് നീതി പുലർത്തുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിച്ചില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അവർക്കുള്ള ഉത്തരം, ലോകം ഇടിഞ്ഞു വീഴില്ലെങ്കിലും നാം സ്വന്തം അസ്തിത്വം പോലുമില്ലാത്ത ഭാഷയിൽ വംശനാശം വന്ന ജനതയായി ലോകത്തിന് മുന്നിൽ പരിഹാസ്യരാവും എന്നതാണ്. ഒരു ഭാഷ ഓരോ ദിവസവും നശിക്കുന്നുണ്ടെങ്കിൽ, കാലക്രമേണ ആ ഭാഷ ആരും സംസാരിക്കാത്ത ഭാഷയായി മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം ആ ഭാഷ തെറ്റായി ഉപയോഗിക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് ഭാഷയെയും അക്ഷരങ്ങളെയും സാഹിത്യത്തെയും എല്ലാം കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്ന പുസ്തക പൂമുഖം ഇന്ന് വായിക്കാനെടുക്കുന്നത് മലയാള ഭാഷ തെറ്റില്ലാതെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് സരസമായും ലളിതമായും വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഡി പ്രദീപ് കുമാർ എഴുതിയ നേർമൊഴി പുസ്തകം. ശ്രീ ഡി പ്രദീപ് കുമാർ, ഭയങ്കരമായ സന്തോഷത്തോടെയും ആനന്ദത്തോടെയുമാണ് നേർമൊഴി പുസ്തകം എന്ന താങ്കളുടെ ഈ കൃതി ഞാൻ വായിച്ചത്. ഈ പരിപാടിയിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്വാഗതവാക്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ വാക്യത്തിൽ എത്ര തെറ്റുണ്ട്? 2 തെറ്റുണ്ട് ദിനേഷ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ടായി. കാര്യം താങ്കൾ ഭയങ്കരമായ എന്ന് ഉദ്ദേശിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷെ അത് ആ വാക്ക് അതല്ല. ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ ആഹ്ലാദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളി പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഭയങ്കരമാണ്. കില്ലിംഗ് ബ്യൂട്ടി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. പിന്നെ കൊല്ലുന്ന സൗന്ദര്യം, അതൊരു കാവ്യ ഭാഷയാണ്. പക്ഷെ മലയാളത്തിൽ അത് ഉപയോഗിച്ച് നമ്മൾക്കെല്ലാം അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് എങ്കിലും നമ്മൾ ഉപയോഗിച്ച് ശരി എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ താങ്കൾ എനിക്ക് ഹാർദവമായ സ്വാഗതമാണ് പറഞ്ഞത്. ഹാർദമായ സ്വാഗതം മതി. പല പ്രസംഗകരും, ഞാൻ പറഞ്ഞു പ്രസംഗകർ എന്നാണ്, മീറ്റിങ്ങുകൾക്കൊക്കെ യോഗങ്ങൾക്ക് പോകുമ്പോഴ് പ്രസംഗകരല്ല പ്രാസംഗികർക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രാസംഗികരല്ല, അത് പ്രസംഗകരാണ് തിരിച്ചത്. പലരും ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുകയാണ്. മാധ്യമങ്ങളിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഉദ്ഘാടന പ്രസംഗം, ഉത്ബോധനം, അതെല്ലാം തെറ്റാണ്. ഉദ്ബോധനം, ഉദ്ഘാടനം, പ്രസംഗങ്ങൾ. പലരും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശനം കുറച്ചിട്ട് കൃതജ്ഞത പറഞ്ഞാൽ മതി. ഞാനിത് ഇത്തരം കാര്യങ്ങളാണ് നിത്യജീവിതത്തിലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഭാഷയിലെ തെറ്റും ശരിക്കുമൊക്കെ ഈ ജീവിത സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് തിരുത്താനുള്ള ഒരു എളിയ ശ്രമമാണ് നേർമൊഴി പുസ്തകം എന്ന ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഇത് കേരളത്തിലെ ഗ്രന്ഥത്തെ കുറിച്ച് അതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് താങ്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വാക്യത്തിൽ മനഃപൂർവ്വം ഞാൻ 3 തെറ്റുകൾ വരുത്തി. ആ തെറ്റുകളെ കുറിച്ച് ഞാൻ താങ്കളോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പ്രേക്ഷകരും ഇത് ഒരു സ്വാഭാവിക ശരി തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത്രമേൽ നല്ല ഒരു പരിപാടി, ഇത് അവതാരകനും നല്ല രീതിയിൽ നല്ല ശുദ്ധമായ മലയാളം സംസാരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാവും. അത്ര അധികമാണ് നാം നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന തെറ്റുകൾ അതിൻ്റെ ആവർത്തനം കൊണ്ട് ശരിയാണ് എന്നുള്ള പ്രതീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ താങ്കളൊരു അവതാരകനാണ്, താങ്കൾക്ക് പ്രിയപ്പെട്ട അവതാരകനാണ്. ഇതൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ, ഒരു സംഗീതയെന്നോ വിനീതയെന്നോ ഉള്ള പേരായിരുന്നുവെങ്കിൽ ഞാൻ അവരെ അവതാരിക എന്ന് ചിലപ്പോൾ വിളിച്ചു പോയനായിരുന്നു. കാരണം എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. സ്ത്രീ അവതാരകരെ അവതാരിക എന്ന് വിളിക്കുന്നതും മറ്റൊരു തെറ്റാണ്.
അതെ, പലപ്പോഴും വാർത്താ ചാനലുകളിൽ വാർത്ത അവതരിപ്പിക്കുന്നവരെ, അത് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വാർത്താ അവതാരികമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരിപാടികളിലും അവരെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴും ഒരു ശരിയായിട്ടുള്ള പ്രയോഗമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശീലമാണ്. അപ്പൊ ഞാൻ പോലും വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ അവതാരിക എന്ന് പറഞ്ഞു പോകും. അവതാരക, അവതാരകൻ, അവതാരക. അത് ശീലമാണ്. കാര്യം നമ്മൾ മാധ്യമവൽകൃതമായ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ പത്രങ്ങളിലും പക്ഷേ അവതാരിക എന്ന പ്രയോഗം തെറ്റുമല്ല. അവതാരിക എന്നാൽ ഒരു പുസ്തകത്തിന് നമ്മൾ ആമുഖമായിട്ട് അതേക്കുറിച്ച് പഠിച്ച് ആസ്വദിച്ച് എഴുതുന്ന ഒരു മുൻകുറിപ്പിനെ നമ്മൾ അവതാരിക എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ അവതാരിക തെറ്റല്ല, പക്ഷേ അത് അവതാരകയുമല്ല. അതാണ് വ്യത്യാസം, അല്ലേ? അതെ, അത് മാത്രമല്ല, ഇപ്പം സോണിയാഗാന്ധി കോൺഗ്രസ് നേതാവാണ്, സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതാവാണ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും, അത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉൾപ്പെടെ, എല്ലാ അച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാവ് പുല്ലിംഗം, അതിന്റെ സ്ത്രീലിംഗം നേത്രിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേത്രി ആയിരുന്നു. സോണിയാഗാന്ധി കോൺഗ്രസ് നേത്രിയാണ്, പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ നേത്രിയാണ്. അപ്പൊ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭാഷയുടേതായ ഒരു കടുംപിടുത്തം പിടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ വിദ്യാർത്ഥി എന്ന വാക്ക്, നമ്മൾ രാഷ്ട്രീയ ശരികളുടെ ഒരു കാലത്താണല്ലോ ജീവിക്കുന്നത്. പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കുറഞ്ഞു വരുന്നു. എല്ലാ മേഖലയിലും തുല്യത ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാക്കുകൾക്കും വാക്യങ്ങളിലുമൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു പുരുഷാധിപത്യ പ്രവണതകളുണ്ട്. ആ പുരുഷാധിപത്യ പ്രവണതകൾ ചില വാക്കുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവനവൻ പോലുള്ള വാക്കുകൾ, മനുഷ്യൻ അവനവൻ്റെ നിത്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അവളവൾ എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നു. അപ്പോൾ അവളവൾ എന്ന വാക്ക് മനഃപൂർവ്വം തന്നെ ഉപയോഗിക്കുന്ന സ്ത്രീപക്ഷവാദികൾ വരുന്നുമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി എന്നീ രണ്ട് വാക്കുകളുടെ ആവശ്യമുണ്ടോ? മൊത്തത്തിൽ എല്ലാ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പദത്തിന് തത്തുല്യമായിട്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് വിദ്യാർത്ഥി എന്ന വാക്ക് ഉപയോഗിച്ചാൽ പോരെ? നേതാവ് എന്നുള്ള വാക്ക് മലയാള ഭാഷയിൽ അതിന് സ്ത്രീലിംഗമായിട്ട് മറ്റൊരു പദമുണ്ട് എങ്കിൽ തന്നെയും പുതിയ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ നേതാവ് എന്ന് തന്നെ ഉപയോഗിച്ചുകൂടെ എന്ന് തിരിച്ചാരെങ്കിലും ചോദിച്ചാൽ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാര്യം ഞാനൊരു കാര്യം ഞാൻ പറയാം, എല്ലാവരും അത് അംഗീകരിച്ചാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഞാൻ ഒരു വിദ്യാർത്ഥികളുമുള്ള ഒരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി നിൽക്കുക. ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് അഭിസംബോധന ചെയ്തതാണെങ്കിൽ വിദ്യാർത്ഥിനികൾ എന്ത് വിചാരിക്കും? ഞങ്ങളെ പൂർണ്ണമായും ഇദ്ദേഹം തഴഞ്ഞു, ഗൗനിച്ചില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ. അതൊരു പൊതു സമ്മതി ഈ കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. സുഗതകുമാരി കവി ആണ്. നമ്മൾ എത്ര പേര് സുഗതകുമാരി അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള കവിത എഴുതുന്നവരെ കവയത്രികൾ എന്ന് വിളിക്കാറുണ്ട് ഇപ്പം. അപ്പൊ അത് പൊതുവായി അംഗീകാരം ലഭിച്ചു. കാര്യം കവിത എഴുതുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും കവി എന്ന് വിളിച്ചാൽ മതി എന്ന് പൊതുസമ്മതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പൊതുസമ്മതി ഉണ്ടാകുവാണെങ്കിൽ അത് ശരിയാണ്. തിരിച്ചു ചർച്ച വേണം. അക്കാര്യങ്ങളിൽ ചർച്ച ഉണ്ടായിട്ടില്ല. അതെ, ഇത്തരം കാര്യങ്ങളിൽ ആണ് ചർച്ച വേണ്ടത്. പക്ഷേ അത് ആ ചർച്ചയുടെ ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ അതിലുപരി ചർച്ച വേണ്ടാത്ത, ഇതാ കൃത്യമായും തെറ്റ് തന്നെയാണ്, ഇത്രത്തോളം വലിയ തെറ്റുകൾ പറയല്ലേ എന്ന് നിരന്തരം തോന്നിപ്പിക്കുന്ന അത്രയധികം പിശകുകളിലൂടെയാണ് ഈ കാലത്തെ മലയാള ഭാഷ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നവർ അതിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകം എന്ന അർത്ഥത്തിൽ മലയാളികളെ പോലെ മാതൃഭാഷാ സ്നേഹമില്ലാത്ത മറ്റൊരു ജനതയും ഇന്ത്യ മഹാരാജ്യത്തില്ല എന്നാണ് ഡി പ്രദീപ് കുമാറിൻ്റെ ഈ നേർമൊഴി പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്ന ഡോക്ടർ BV ശശികുമാർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ഈ തമിഴിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, തമിഴരുടെ ഭാഷാ സ്നേഹത്തെക്കുറിച്ച്, അതിൻ്റെ തീവ്രതയെക്കുറിച്ചൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പറയാറുണ്ട്. അത് തമിഴരുമായിട്ട് താരതമ്യം ചെയ്യാതെ തന്നെ നമ്മൾ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളികളെ പോലെ മാതൃഭാഷാ സ്നേഹമില്ലാത്ത മറ്റൊരു ജനതയും ഇന്ത്യ മഹാരാജ്യത്തില്ല എന്ന താങ്കളുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ BV ശശികുമാറിൻ്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ ഭാഷാ സ്നേഹം എന്ന് പറയുന്നത് അത് മാത്രമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. എല്ലാ ഭാഷകളും ഉരുത്തിരിഞ്ഞു വരുന്നത്
അതിന്റെ ഒരു കാലഘട്ടം അതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് കാലമുദ്രയും ദേശമുദ്രയും ഉണ്ട്. നമുക്ക് സംസ്കൃത സ്വാധീനം വൻതോതിൽ നമ്മുടെ ഭാഷയിലുണ്ട്. അതൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് എന്ന് നമ്മളിൽ പലരും അത് വിചാരിച്ചിട്ട് പോലുമില്ല. ഉദാഹരണത്തിന് നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ പദങ്ങൾ സംസ്കൃത ജടിലമായ പദങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പം ഞാനൊക്കെ മാധ്യമ വിദ്യാർത്ഥികളോട് പറയാറുള്ള ഒരു കാര്യം, നമ്മൾ ഈ മൈക്കുമായി റേഡിയോ പ്രക്ഷേപകർ മൈക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മളൊരു മീൻപിടുത്തക്കാരനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു, അല്ലയോ മത്സ്യബന്ധക എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വേണമെങ്കിൽ നമ്മളെ തൊഴിക്കും. അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ പോയിട്ട് ഒരു കന്നുകാലി വളർത്തുന്ന ആളിനെ അവരുമായി സംസാരിക്കുമ്പോൾ, അല്ലയോ ക്ഷീരകർഷക, താങ്കളുടെ പാൽ ഉൽപാദനം എവിടം വരെ എത്തി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സംസ്കൃത ജടിലമായ ഒരു ഭാഷ മാനക ഭാഷയായി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. തമിഴിലൊക്കെയുള്ള അവസ്ഥ, തമിഴിൽ തനതായിട്ടുള്ള നൂറുകണക്കിന് വാക്കുകളുണ്ട് തമിഴിൽ. മലയാളത്തിന്റെ സ്ഥിതി അതല്ല. മലയാളമായി നമ്മൾ കണക്കാക്കുന്ന പലതും സംസ്കൃത വാക്കുകളാണ്. പിന്നീട് വന്ന അധിനിവേശത്തിന്റെ വാക്കുകളൊക്കെ പോർച്ചുഗീസ് പദങ്ങളുണ്ട്. പിന്നെ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അപ്പം കൊടുക്കൽ വാങ്ങലുകളാണ് ഭാഷയെ നിർണ്ണയിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. 1970-കളിൽ മഹാനായ NV കൃഷ്ണവാര്യർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് തത്തുല്യമായ മലയാള പദങ്ങൾ ഉണ്ടാക്കി, ആയിരക്കണക്കിന് പദങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ അത് തമാശയായിട്ട് അല്ലെങ്കിൽ ട്രോളാനൊക്കെ ആൾക്കാർ ആ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. കൊത്തനാങ്കം, ബോയിലിംഗ് പോയിന്റ്, അതിന് സംസ്കൃത ജടിലമായ ഭാഷ. അതിന് ഞാൻ തന്നെ കൊത്തനാങ്ക മലയാളം എന്ന് കളിയാക്കി ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. സ്വിച്ചിന് വൈദ്യുത ഗമനോഗമന നിയന്ത്രണ പുച്ഛം, അങ്ങനെയുള്ള ആയിരക്കണക്കിന് വാക്കുകൾ എവിടെ പോയി അവസാനം? നിത്യജീവിതത്തിൽ പ്രയോഗിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഭാഷയുടെ ഉരകല്ല് എന്ന് പറയുന്നത് അങ്ങാടിയാണ്. നേരത്തെ അങ്ങാടി എന്ന് പറയുന്നത് ശരിയായിട്ടും സംസാര ഭാഷ, സ്പോക്കൺ ആയിട്ടുള്ള രണ്ടുപേർ കൂടുമ്പോൾ കണ്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിലനിൽക്കുന്നത്. തമിഴിൽ അങ്ങനെ തമിഴ് തനിമയുള്ള വാക്കുകളുണ്ട്. മലയാളത്തിൽ അതില്ല, വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ ഒക്കെ വരുന്ന വാക്കുകളെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയും ഭാഷയുടെ ഭാഗമാക്കുകയും ചെയ്താൽ മാത്രമേ ഭാഷ വികസിക്കത്തുള്ളൂ. വാക്കുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കൃത ജടിലമായ വിവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിൽക്കില്ല. പണ്ട് അങ്ങാടിയായിരുന്നു ഭാഷയുടെ മാറ്റി ഉരച്ച സ്ഥലമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് പദങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 20-25 വയസ്സുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യാപരിക്കുന്നത്. അവരൊക്കെ ഡിജിറ്റൽ തലമുറ എന്ന് പറയുന്നത്, അതായത് ജനിച്ചപ്പോൾ തന്നെ കമ്പ്യൂട്ടറുമായിട്ടും മൊബൈൽ ഫോണുമായിട്ടും ഇന്റർനെറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിപക്ഷം പേരും. അപ്പൊ അവരുപയോഗിക്കുന്നത് പിന്നെ സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷയല്ല. അവരുപയോഗിക്കുന്നത് ഇംഗ്ലീഷ് പോലെയുള്ള അന്താരാഷ്ട്ര ഭാഷകളിൽ നിന്ന് ധാരാളം വാക്കുകൾ അവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കോവിഡ് കാലമൊക്കെ വന്നപ്പോൾ എത്രയോ പദങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ട പദങ്ങൾ മുഴുവനും ഇംഗ്ലീഷിൽ നിന്നും ബാക്കി ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വന്നു. അത് മലയാളത്തിന്റെ ഭാഗമായിട്ട് നമ്മളത് അംഗീകരിക്കുക ആണ് ഭാഷ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ഭാഷകൾക്ക് വേണ്ടി ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നുവെങ്കിൽ മലയാളത്തെ മലയാളി എന്നേ അവിടെ കൊണ്ടാക്കിയേനെ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ, നേർമൊഴി എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഡോക്ടർ BV ശശികുമാർ എഴുതിയിരിക്കുന്നത്. D പ്രദീപ് കുമാർ എഴുതിയ നേർമൊഴി എന്ന പുസ്തകത്തിലെ ഈ നിമിഷം വായനക്കാരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്ന, രചയിതാവ് കരുതുന്ന 1-2 താളുകളിലെ വരികൾ അദ്ദേഹം തന്നെ വായിക്കുകയാണ്. ഞാനത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇത് പൂർണ്ണമായും പ്രക്ഷേപണ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. കാര്യം ഇത് ആദ്യം പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് റേഡിയോയിലാണ്. കോഴിക്കോട് നിലയം, പിന്നെ തൃശ്ശൂർ നിലയം, പിന്നെ വിദ്യാഭ്യാസ പരിപാടിയിലൂടെ കേരളം മുഴുവനും. അപ്പൊ ആ റേഡിയോ ചിത്രീകരണങ്ങളുടെ ഒരു ശൈലിയാണ് ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒരു 4-ാം അധ്യായം വായിക്കാം. അതിലെ ഒരു ഭാഗം മാത്രം. ഈ പതിവ്രതയ്ക്ക് എത്ര ഭർത്താക്കന്മാർ! ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി വിശ്വപ്രസിദ്ധമാണ്.
ആ ഗണത്തിൽപ്പെട്ട മഹിളാരത്നമാണ് നമ്മുടെ വിശാലാക്ഷി അമ്മ. പതിവ്രതയായ അവർ നമുക്കേവർക്കും മാതൃകയായ ഉത്തമ വനിതയാണ്. ഇതൊരു പ്രസംഗ ഭാഗമാണ്. അപ്പോൾ ഉത്തമ മഹിളാരത്നമായ ഈ വിശാലാക്ഷി അമ്മയ്ക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട് എന്നാണ് ഈ പ്രസംഗകനോട് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ വിശാലാക്ഷി അമ്മ പതിവ്രതയാണ്. പതികളാൽ അഥവാ ഭർത്താക്കന്മാരാൽ ചുറ്റപ്പെട്ടവളാണ്. പതിവ്രത എന്നാണ് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെങ്കലം സിനിമയിലേതുപോലെ 2 ഭർത്താക്കന്മാരോ അതിലധികം പേരോ ഇവർക്കുണ്ടാകണം. അല്ലെങ്കിൽ കക്ഷി ഒരു പാഞ്ചാലിയാകണം. പതിവ്രതയും ഉത്തമ വനിതയുമായ വിശാലാക്ഷി അമ്മയെ പതിവ്രതയാക്കി ഇങ്ങനെ അധിക്ഷേപിച്ചത് കഷ്ടമായി പോയി. തന്റെ ഭർത്താവിനെ കൺകണ്ട ദൈവമായി കരുതുന്നവളാണ് പതിവ്രത. സൗകര്യം പോലെ ഭർത്താക്കന്മാരെ കൊണ്ടു നടക്കുന്നവളാണ് പതിവ്രത. അതുകൊണ്ട് അർത്ഥമറിയാതെ ഇങ്ങനെ ആൾക്കാരെ പരസ്യമായി അധിക്ഷേപിക്കരുതേ. ദിനേഷ്, അടുത്ത ഭാഗം വായിക്കുന്നതിന് മുൻപ് ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ പതിവ്രത എന്നത് പൊതുവെ ഇപ്പോൾ ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. വളരെ അപൂർവം ഈ ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധിയെക്കുറിച്ചൊക്കെ വിചാരപ്പെടുന്നവരുടെ വിചാരധാരകളിലാണ് അത്തരം സങ്കല്പങ്ങൾ ഉള്ളത് എന്നതുകൊണ്ട്. അതേസമയം ശബരിമലക്കാലമാകട്ടെ അല്ലെങ്കിൽ നോമ്പ് തുറക്കാലമാകട്ടെ വ്രതം എന്നീ 2 വാക്കുകൾ, വ്രതമെടുക്കുക എന്നതിനെ വ്രതം എന്നുപയോഗിക്കുന്നു. പതിവ്രതയിലെ പതിവ്രതയിലെ അപ്പോൾ വ്രതമാണോ ശരി എന്നുള്ള ആലോചന പോലും ഇല്ലാതെ വ്രതം എന്ന അർത്ഥത്തിൽ വ്രതം എന്നുപയോഗിക്കുന്നവർ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായും ഉണ്ട്. അതൊരു പദങ്ങളുടെ ഒരു രാഷ്ട്രീയ വായന കൂടി ഉണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ചില പദങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ നിത്യമായി ഉപയോഗിക്കേണ്ട സമയമല്ല. അപ്പം മുൻ രാജവംശത്തിലെ പിൻഗാമികൾ മരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇപ്പോഴും ഫ്യൂഡലിസത്തിന്റെ പ്രതിഫലനമായ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭൂരിപക്ഷം മാധ്യമങ്ങൾ തീപ്പെട്ടു എന്നാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ തലമുറ ഈ വാർത്ത വായിക്കുമ്പോൾ ഒരു അപകടത്തിൽ മരിച്ചു, തീവള്ളി മരിച്ചു എന്നേ അവർ വിചാരിക്കത്തുള്ളൂ. അത് രാഷ്ട്രീയ പദമാണ്. അത് ഇപ്പോഴും അത് ഉപേക്ഷിച്ചിട്ടില്ല. രാജകീയമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ടെലിവിഷൻ ചാനലിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചി രാജാവ് തീപ്പെട്ടു, കൊച്ചി രാജവംശത്തിലെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട രാജാവ് തീപ്പെട്ടു എന്നുള്ള കാര്യം ഒരു റിപ്പോർട്ടർ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോയിലെ ഡെസ്കിലെ അവിടുത്തെ അംഗത്തെ വിളിച്ചറിയിക്കുന്നു. ഉടൻ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നത് കൊച്ചിയിൽ വൻ അഗ്നിബാധ, നിരവധി പേർക്ക് പരിക്ക് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് മാറിയത്. തുടർന്നോളൂ. അതെ. അപ്പൊ ഞാൻ ഒരു ഭാഗം കൂടെ വായിക്കാം. ഇത് അധ്യായം 2 നിന്നാണ്. മൗനത്തിന്റെ വാൽമീകം പൊട്ടിച്ച് ഒരു മഹാകാവ്യം എഴുതി സാഹിത്യ നഭത്തിലേക്ക് തിരികെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി കുഞ്ചിത്തണ്ണിക്കുട്ടപ്പന് നാട്ടാരുടെ വക സ്വീകരണം. ഇതൊരു അനൗൺസ്മെന്റ് ആണ്. പുതിയ മഹാകാവ്യം എഴുതി കുഞ്ചിത്തണ്ണിക്കുട്ടപ്പൻ മറ്റൊരു വാൽമീകിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇദ്ദേഹം ഇത്രകാലവും കവിത എഴുതാതെ വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നുവെന്നും മൗനത്തിന്റെ ആ ചിതൽപ്പുറ്റ് പൊട്ടിച്ചാണ് മഹാകാവ്യം എഴുതുന്നത് എന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ആൾ വാൽമീകി തന്നെ. വാൽമീകം അർത്ഥം ചിതൽപ്പുറ്റ്, അത് പൊട്ടിച്ചു പുറത്തു വന്നയാൾ വാൽമീകി. മൗനത്തിന്റെ വാൽമീകം എന്നതാണ് ശരിയായ പ്രയോഗം. വാൽമീകം തെറ്റ്, വാൽമീകം ശരി. ഇതൊരു ഭാഗം. ഇതിൽ ടെലിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളുടെ ഈ പുസ്തകത്തിൽ സംപ്രേക്ഷണം എന്ന ഒരു ശീർഷകത്തിൽ തന്നെ ഒരു ഖണ്ഡിക നൽകിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സംപ്രേഷണത്തെ കടുപ്പിച്ച് സംപ്രേക്ഷണമാക്കുന്ന ചാനലുകാരും പത്രക്കാരും പാവം പ്രേക്ഷകരും ഓർക്കുക, ഇങ്ങനെ സംപ്രേക്ഷണം ചെയ്താൽ ഭാഷയുടെ കാര്യം കുഴപ്പത്തിലാകും. അതുകൊണ്ട് ദയവായി നിങ്ങൾ സംപ്രേഷണം ചെയ്താൽ മതി, സംപ്രേക്ഷണം ചെയ്യരുത്. നമ്മളുടെ ഭാഷയിലെ ഷ എന്ന അക്ഷരത്തിന് വലിയൊരു ഗതികേടുണ്ട്. പലപ്പോഴും ആ ഷ ആയിട്ട് നിൽക്കേണ്ടടുത്ത് അങ്ങനെ എന്നാൽ പോരാ, അല്പം കടുപ്പം കിട്ടണമെങ്കിൽ ഒരു ഷ കൂടി ചേർക്കണം, കക്ഷത്തിൻ്റെ ഷ വേണം സംപ്രേഷണത്തിന് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ. ഇത്
നമ്മുടെ മലയാള ഭാഷയ്ക്ക് സവിശേഷമായിട്ടുള്ള ഒരു പ്രശ്നമാണോ? ഇതര ഭാഷകൾക്കും ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ഉപയോഗങ്ങളുണ്ടോ? പക്ഷേ തെറ്റായിട്ടുള്ള ഉപയോഗങ്ങൾ കൂടുതലും വരുന്നത് നമ്മുടെ ഭാഷയുടെ ആന്തരികമായ ഘടന കൊണ്ടും അത്രമേൽ വിചിത്രമായ അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ടും അവയുടെ സമസ്ത പദങ്ങളുടെ വിന്യാസങ്ങളുള്ളത് കൊണ്ടും ഒക്കെയാണോ നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ഋതു എന്ന വാക്ക്, അതിൻ്റെ മുമ്പിലുള്ള ഋ എന്ന് പറയുന്ന അത് ഭാഷയിൽ നിന്ന് ഓരോ ദിവസവും മൂല്യം കുറയുന്ന ഒരു വാക്ക്, ഒരു അക്ഷരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. 25 പൈസ റിസർവ് ബാങ്ക് നിരോധിച്ചിട്ട് പിൻവലിച്ചിട്ട് വർഷങ്ങളായി. ഇനി 50 പൈസ എന്നാണ് പിൻവലിക്കുക. അതേപോലെ ഭാഷയിൽ നിന്ന് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൂടി പിൻവലിയപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കള് സംപ്രേക്ഷണത്തിന്റെ കാര്യം ചോദിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും ടെലിവിഷൻ പ്രക്ഷേപണത്തെ ടെലികാസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടല്ല ഭൂരിപക്ഷം പേരും വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ടെലിവിഷൻ പ്രക്ഷേപണത്തിന് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് എന്നാണ്. ടെലികാസ്റ്റ് എന്നുള്ളത് മോറോർലെസ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പദമാണ്. അതാണ് പല മാധ്യമങ്ങളും മലയാളത്തിൽ സംപ്രേഷണം അതാണ് വാക്ക്. പക്ഷെ പല മാധ്യമങ്ങളും സംപ്രേക്ഷണം എന്നാണ് ഉപയോഗിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണം, ഞങ്ങൾ റേഡിയോയിൽ 30 വർഷം പ്രവർത്തിച്ച ആൾ, ഞങ്ങൾ നിരന്തരമായിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ പല മാധ്യമ പ്രവർത്തകരോടും വിളിച്ചു പറയാറുണ്ട്, ദയവായി റേഡിയോ സംപ്രേക്ഷണം എന്ന് കൊടുക്കാൻ പാടില്ല, റേഡിയോ സംപ്രേഷണമെന്നും കൊടുക്കാൻ പാടില്ല, റേഡിയോ പ്രക്ഷേപണം എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇംഗ്ലീഷിൽ രണ്ടും ബ്രോഡ്കാസ്റ്റ് ആണ്, ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ പ്രക്ഷേപണം എന്ന് പറയാം. ഇങ്ങനെയുള്ള പ്രശ്നം സംഭവിക്കുന്നത് നമ്മൾ അത് ബ്രിട്ടനിലെ കാര്യം എടുക്കുക. അപ്പം ഈ നമ്മുടെ ഇംഗ്ലീഷ് തന്നെ ലാറ്റിൻ, റോമൻ, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങളാണ്. അങ്ങനെയുള്ള 380 ഭാഷകളിൽ നിന്ന് വന്ന പദങ്ങളാണ് ഇംഗ്ലീഷിലെ വാക്കുകളിൽ 80%. അപ്പൊ ഈ വാക്കുകൾക്ക് ഇങ്ങനെയുള്ള പ്രചാരം ലഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിന്റെ വ്യത്യസ്തമായ അതിന്റെ കൊടുക്കൽ വാങ്ങലുകളാണ്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ദേശത്തുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം, അവരുടെ യാത്രകൾ, ഭരണപരമായ കാര്യങ്ങളൊക്കെയാണ് ഭാഷയെ വികസിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്പെല്ലിങ്ങിന്റെ കാര്യത്തിൽ അപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ പിന്തുടരുന്ന മാതൃക. സ്പെല്ലിങ്ങിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇംഗ്ലീഷിലും മറ്റൊരു ഭാഷകളിലും ആൾക്കാർ തയ്യാറല്ല. മലയാളത്തിൽ അതല്ല അവസ്ഥ. മലയാളത്തിൽ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഭാഷ ആശയപ്രകാശനത്തിനാണ് ഒന്ന്, സ്വത്വപ്രകാശനം വേറെയുണ്ട് തിരിച്ച്. അത് അവിടെ നിൽക്കട്ടെ. ആശയപ്രകാശനം പറയുന്ന കാര്യം എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നു എന്ന് നോക്കിയാൽ മതി എന്നത്തെ അവസ്ഥയിലേക്ക് എങ്ങനെയോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രതിഷേധിക്കുന്നു, അതിന് പറയുന്ന പ്രതിഷേധം സംഭവങ്ങൾ വരുന്നു. അങ്ങനെയുള്ള നിരന്തരമായിട്ട് വ്യത്യസ്തം, അത് സ്ഥലത്തിലെ ഥായാണ് സ്ഥായുടെ കൂടെ ഉപയോഗിക്കുന്നത്, വ്യത്യസ്തമല്ല, വ്യത്യസ്തമാണ് തിരിച്ച്. അങ്ങനെ നിരന്തരമായി നമ്മൾ തെറ്റുകൾ ആവർത്തിക്കുന്നു, അക്ഷരത്തെറ്റുകൾ ആവർത്തിക്കുന്നു. മറ്റു ഭാഷകളിൽ അതില്ല. ഒരു കാരണവശാലും അക്ഷരത്തെറ്റ്, ഇംഗ്ലീഷിലൊക്കെ അക്ഷരത്തെറ്റ് എന്ന് പറയുന്നത് വലിയ ക്രൈമാണ്. നമ്മളൊരു മാധ്യമ പ്രവർത്തകനാണ് എങ്കിൽ ഒരു അക്ഷരത്തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ തന്നെ ചിലപ്പോൾ അസ്തമിച്ചു പോയേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ആവർത്തിച്ച് 2-3 പ്രാവശ്യം അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ. മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് തിരിച്ച്. ദിനേഷ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ നോക്കുക, പൊതുസമൂഹത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, അത് മാളുകളിലാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളിലാവട്ടെ, ഇവിടങ്ങളിലൊക്കെ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എങ്കിൽ, ഇംഗ്ലീഷ് സ്ഫുടതയോടുകൂടി സംസാരിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ 2-3 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരത്തിനിടയിലും ആ 3 പേരുടെയും ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടാവും. എൻ്റെ നാവിൽ നിന്ന് ഒരു വ്യാകരണ പിശക് വരരുത്, തെറ്റായ ഇംഗ്ലീഷ് പ്രയോഗം വരരുത്, അങ്ങനെ വന്നാൽ അതൊരു നാണക്കേടാണ് അല്ലെങ്കിൽ അതൊരു അപമാനമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഒരു കരുതലോടുകൂടിയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാം വ്യാകരണത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്. ആ ഉത്കണ്ഠ സ്വന്തം ഭാഷയുടെ കാര്യത്തിൽ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറയുന്ന കാര്യം മനസ്സിലായാൽ മതി എന്നുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു സമീപനമാണ് മലയാളത്തിലുള്ളത്. അത് ഒരുപക്ഷെ മാധ്യമങ്ങൾ പോലും ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു.
അത് ഭാഷാപരമായ ഒരു തെറ്റല്ല എന്ന് അച്ചടി മാധ്യമങ്ങൾ പണ്ടൊക്കെ വളരെ നിഷ്കർഷ പുലർത്തിയിരുന്നു ഈ കാര്യങ്ങളിൽ. പക്ഷെ ഇപ്പോൾ അതും ചെയ്യുന്നില്ല. എത്രയോ അക്ഷരത്തെറ്റുകൾ വരുന്നു, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിലെ. മാധ്യമങ്ങൾ തന്നെ തെറ്റായ വാർത്തകൾ പിന്നെ കൊടുക്കുന്നു. ഞാൻ ഉദാഹരണം പറയാം, അത് പറയേണ്ട ഒരു ഉദാഹരണമാണ്. നമ്മൾ നിരന്തരമായി വാഹന അപകടങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. 2 പേര് മരിച്ചു, ഒരു അപകടം ഉണ്ടായി എന്ന് വെക്കുക. 4-5 പേർക്ക് പരിക്ക് പറ്റി. എന്തായിരിക്കും വരിക? 2 പേർ മരിച്ചു, 5 പേർക്ക് മാരകമായി പരിക്കേറ്റു. മാരകം എന്നാൽ മരണത്തിലേക്ക് നയിക്കുന്ന എന്നാണ് അർത്ഥം. മരണത്തിലേക്ക് നയിക്കുന്ന പരിക്ക് പറ്റിയ ആൾ പിന്നെ ജീവിച്ച് ഇരിക്കുന്ന പ്രസവദിക്കുന്നില്ല. അപ്പൊ 2 പേർ മരിച്ചു, 5 പേർക്ക് മാരകമായി പരിക്ക് പറ്റി എന്നാണ് വാർത്തയെങ്കിൽ എത്ര പേർ മരിച്ചു? 7 പേര് മരിച്ചു. ഫേറ്റലി ഇഞ്ചേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫേറ്റലി ഇഞ്ചേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേറ്റൽ ആണ്, ആ പരിക്ക് ഇഞ്ചുറി ഈസ് ഫേറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ്, മരിച്ചു എന്നാണ് അർത്ഥം വെച്ചാൽ. അതുപോലെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് അനവധി പേർക്ക് പരിക്ക് പറ്റി. അനവധി എന്ന് വെച്ചാൽ എന്താണ്? എണ്ണാൻ വയ്യാത്ത അത്രയും പേർക്ക്. ഒരു ഓട്ടോറിക്ഷയിൽ എണ്ണാൻ വയ്യാത്ത അത്രയും പേർ കയറും എന്ന് നമുക്കുണ്ടോ? അങ്ങനെ ഓട്ടോറിക്ഷ ലോകത്ത് എവിടെയെങ്കിലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ? അത് നിരവധി പേർ ഉണ്ടോ? അതും ഇതേപോലെ തന്നെ കൗണ്ട്ലെസ് ആയിട്ടുള്ളതാണ് തിരിച്ച. അപ്പോൾ അത് അനവധി പേരല്ല, നിരവധി പേരല്ല, അത് അനേകം പേർ എന്ന് വേണമെങ്കിൽ പറയാൻ നിങ്ങൾക്ക് നിശ്ചയമില്ല എങ്കിൽ. അതുപോലെ 10 പേർക്ക് പരിക്ക് പറ്റി, ശരി, 9ഓളം പേർക്ക് പരിക്ക് പറ്റി എന്ന് പറയാൻ പറ്റുമോ? ആ പറയുന്ന ആൾക്ക് ഓളമുണ്ട് എന്നാണ് അർത്ഥം. 10ഓളം അല്ലെങ്കിൽ 100ഓളം 50ഓളം എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയമില്ല. അത് ചിലപ്പം 10ഓളം പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 പേരാകാം, 9 പേരാകാം. 9 പേർക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ അത് 9ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഓളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാധ്യമങ്ങൾ തന്നെ നിരന്തരമായി ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മാധ്യമവൽകൃതമായ സമൂഹമാണ് നമ്മുടേത്. അത് അച്ചടി മാധ്യമമായാലും അത് ഇലക്ട്രോണിക് മാധ്യമമായാലും നമ്മൾ ആ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നിത്യ ജീവിത വ്യവഹാരങ്ങളിലേക്ക് പകർത്തുന്നു. കേരളത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആവർത്തിക്കുന്നതിൽ നിന്നുള്ള ഒരു മാറ്റം അടിയന്തരമായിട്ടുണ്ടാവേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു പക്ഷേ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ്. അവിടെ നിന്നാണ് അതിൻ്റെ തിരുത്തൽ പ്രക്രിയ ആരംഭിക്കേണ്ടത്. ഭാഷാധ്യാപകർ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങളായിട്ട് ഭാഷയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, ആശയ പ്രകടനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഒന്നല്ല, ഒരു സമൂഹത്തിൻ്റെ ഒരു മനുഷ്യകുലത്തിൻ്റെ സ്വന്തം സ്വത്വത്തിൻ്റെ പ്രശ്നം കൂടിയാണ് അത് എന്നതാണ് അതിൻ്റെ ആത്യന്തികമായ ഗൗരവമേറിയ പ്രശ്നം. ഈ പുസ്തകം നേർമൊഴി മലയാളം എന്ന ഈ പുസ്തകം ഡി പ്രദീപ് കുമാർ രചിച്ചിരിക്കുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പരിധി പബ്ലിക്കേഷൻസ് ആണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ നോട്ടുകൾ കൊണ്ട് എണ്ണുന്ന വിലയേക്കാളും ഉപരിയാണ് ഭാഷയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രീ ഡി പ്രദീപ് കുമാർ, വളരെയധികം നന്ദി, സന്തോഷം ഈ നിമിഷങ്ങളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഇത്രയധികം നേരം സംസാരിച്ചതിന്. സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്, എന്നെ കേട്ടതിന് അതിലേറെ സന്തോഷം. നമസ്കാരം.